ഇപ്പൊ എന്താ ഇവരൊക്കെ മസ്താനൊക്കെ നോക്കിയിട്ട് ഭയങ്കര കമന്റ് അടിയും പിടിക്കുന്ന ആളാണിത്. മിണ്ടണോ നീ മിണ്ട് മിണ്ടണോ എന്റെ പണിക്കാരെ പറഞ്ഞോടാ. എടാ നിന്റെ വായിലൊന്നും നാക്കില്ലേ? എന്താ അമ്മേനെ പണ്ടണോ? ഇപ്പൊ അവൻ എന്നെ കേറിട്ട് ഇപ്പൊ ഇവരായിട്ടുള്ള വിഷയത്തിൽ എന്നെ കയറി അടിക്കുകയും ചെയ്തു. എന്റെ റിഫ്ലക്സ് ആക്ഷൻ അതിക്ക് പെട്ടെന്ന് തട്ടി അപ്പൊ റിഫ്ലക്സ് ആക്ഷൻ വർക്ക് ചെയ്യും. അതില് കിട്ടിയപ്പോ അവന് അത് താങ്ങാനുള്ള ഒരു ശേഷി അവനില്ലാണ്ട്. മസ്താനിയും മണവാളനും തമ്മിൽ എന്താണ് ഒന്നുമില്ല. ഇനിയിപ്പോ അതിൽ പിടിച്ച് കയറണ്ട. അവർ രണ്ടാളും വർഷങ്ങളായി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. മണവാളന്റെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇടയ്ക്കിടെ മസ്താനി വന്ന് പോകാറുണ്ട്. ഇവർ തമ്മിൽ റിലേഷനിലാണ് എന്നൊക്കെ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആരും പേടിക്കേണ്ട, അങ്ങനൊന്നുമില്ല. അവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഈ കട്ട ചങ്സ് എന്നൊക്കെ പറയൂലേ, അപ്പൊ കട്ട ചങ്കിനൊരു പ്രശ്നം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അതിൽ കയറി ഇടപെടും. അങ്ങനെ മസ്താനിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോ മണവാളൻ കയറി ഇടുണ്ടാക്കിയ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ മസ്താനി ആരാ മണവാളൻ ആരാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അവതാരികയാണ് മസ്താനി. മസ്താനി അറിയാത്തവരായി ആരും ഉണ്ടാവൂല. മണവാളൻ ആരും അങ്ങനെ തന്നെ. കുറച്ചു മുമ്പ് മണവാളൻ ഒരു അടിപിടി കേസിൽ അകത്തായത് വലിയ വാർത്ത ആയതാണല്ലോ. അന്ന് പോലീസുകാർ മണവാളന്റെ മുടി മുറിച്ചതൊക്കെ വൻ വൈറലായിരുന്നു. യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിച്ചതിന്റെ പോപ്പുലാരിറ്റിയെക്കാളും ഇരട്ടി ആ ഒരൊറ്റ കേസോടെ മണവാളന് ലഭിച്ചു എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മണവാളന്റെ കല്യാണം കഴിഞ്ഞത്. അതിന്റെ വീഡിയോസ് നല്ല വൈറലായിരുന്നു. എന്തായാലും നമുക്കിനി പ്രധാന വിഷയത്തിലേക്ക് വരാം. നമ്മുടെ കഥാനായകനായിട്ടുള്ള മണവാളനും നായികയായിട്ടുള്ള മസ്താനിയും കൂടെ ഒരു ദിവസം കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. എങ്ങോട്ടാ പോയത്? നമ്മുടെ സ്വന്തം മറൈൻ ഡ്രൈവിലേക്ക്. കൂട്ടിന് ഇവരുടെ വേറെ ചില കൂട്ടുകാരും ഉണ്ടായിരുന്നു. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നടക്കുന്നതിനിടയിൽ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മറൈൻ ഡ്രൈവിലൂടെ ഒക്കെ നടക്കുമ്പോൾ ബോട്ട് വേണോ എന്ന് ചോദിച്ച് പിന്നാലെ വരില്ലേ കുറെ ആൾക്കാർ. അതിലൊരുത്തന് മസ്താനിയെ കണ്ടപ്പോ ഒരു ഇളക്കം. അവര് മസ്താനിയെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം. എന്താ പോന്റെ ഒരു പൂതിലേ. ഇവരെന്തോ അടിച്ചു കിറങ്ങി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മണവാളനും മസ്താനിയും പറയുന്നത്. മസ്താൻ എന്തൊക്കെ തിരിച്ചു വരാൻ നല്ലോണം തെറി പറഞ്ഞു. കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് ഇവര് മാക്സിമം ഒഴിവാക്കി വിടാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഈ ചെങ്ങായി മണവാളിനെ ഇടിക്കാൻ വന്നു. മണവാളനുണ്ടോ വെറുതെ വിടുന്നു? ഇടിച്ചവനെ മോന്ത പരിപ്പ് അടക്കി വിട്ട്. പിന്നെ അത് പോലീസ് കേസായി, സീനായി. എന്തായാലും മസ്താനിയും മണവാളനും തന്നെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനും മസ്താനിയും പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലൂടെ പോയിരുന്നു. അപ്പോഴാണ് നമ്മൾ മസ്താനി വേറെ പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നു. ഒരു ചെക്കൻ എന്തോ അവിടെ തന്നെ എന്തോ ബോട്ടിലൊക്കെ വർക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു ലോക്കലാണ്. അതെ, അവന് മറൈൻ ഡ്രൈവിലുള്ള ഒരുത്തൻ തന്നെയാണ്. മറൈൻ ഡ്രൈവിൽ വെച്ച് ഞാനും കണ്ടിട്ടുണ്ട് അവനെ. ബോട്ട് റൈഡ് വേണോ എന്ന് ചോദിച്ച് പിന്നാലെ വന്നിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവന്റെ ഡ്രസ്സ് കണ്ടാൽ തന്നെ ആളെ പെട്ടെന്ന് പിടികിട്ടും. എന്നാലും മണവാളിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. മറൈൻ ഡ്രൈവിൽ പോയിട്ട് അവിടുത്തെ ലോക്കൽസിനൊക്കെ പിടിച്ചിടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ ധൈര്യം ഒന്നും പോരാ. ബാക്കി പറഞ്ഞാട്ടെ. അവനെ എന്തോ സംഭവം ഒരു അടിച്ച് കിറങ്ങിയിട്ട് എന്തോ സംഭവം എന്തൊക്കെയോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവന്റെ ഒരു പെരുമാറ്റത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. നോർമൽ ഇപ്പൊ അത് പിന്നെ ഉറപ്പാണല്ലോ. അടിയാണല്ലോ ഇപ്പൊ മെയിൻ. കൊച്ചു പിള്ളേരടക്കം സകലരും കഞ്ചാവും സിന്തറ്റിക്കും അടിച്ച് നടക്കുന്ന ഒരുമാതിരി കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും സകലെണ്ണത്തിനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. സെലിബ്രിറ്റി എന്നോ സാധാരണക്കാരനോ ഒന്നും ഇല്ല, എല്ലാത്തിനെയും നിരത്തി പൊക്കുന്നുണ്ട്. മക്കളെ, അച്ഛനും അമ്മയും കരയുന്നു മക്കളെ, സിന്തറ്റിക് ഡ്രഗ് ചെകുത്താനാണ് മക്കളെ, അത് നിങ്ങളെ കൊല്ലും മക്കളെ എന്ന് ഉപദേശിച്ച് നടന്നവനൊക്കെ കഴിഞ്ഞ ദിവസം കഞ്ചാവായിട്ട് പൊക്കിയത് എല്ലാവരും കണ്ടതല്ലേ. എന്തായാലും ഇത്തവണ പോലീസ് കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അടിച്ച് കിറങ്ങി കഴിഞ്ഞാണെങ്കിൽ എന്തും ചെയ്യാമെന്ന ധൈര്യമാണ് ചില ആൾക്കാർ. ഇത്തരക്കാർ വൺ ഡേഞ്ചർ ആണ്. അങ്ങനെ ഈ ചങ്ങായി മസ്താനിയോടും ലൈംഗിക ചുവയോട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? വാ കേട്ടോക്കാം. ഇപ്പൊ എന്താ ഇവരൊക്കെ മസ്താനൊക്കെ നോക്കിയിട്ട് ഭയങ്കര കമന്റ് അടിയും ഭയങ്കര ഫുള്ള് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വെച്ചാല് എന്തോ അടിച്ചു കയറിയിട്ടല്ല, നമ്മള് കുറെ മൈൻഡ് ചെയ്യാണ്ട് നമ്മള് മാക്സിമം നമ്മൾ എന്ത് ചെയ്തു പോയി. അതെ, അല്ലെങ്കിൽ ഒരു അടിപിടി കേസിൽ പെട്ട് ആകെ ഒന്ന് സീനായി. എല്ലാം ഒന്ന് ഓക്കെയായി വരുന്നതേ ഉള്ളൂ. പിന്നെ കല്യാണമാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇനി അടുത്ത വള്ളിക്കെട്ട് ഉണ്ടാക്കി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മണവാളൻ എന്റെ ടീംസ് മാക്സിമം ഒഴിഞ്ഞു മാറിയത്. ഇവർ ലൊക്കേഷൻ വരെ ചേഞ്ച് ചെയ്തു. ആദ്യം നിന്ന സ്ഥലത്ത് നിന്നും മാറി കുറെ അപ്പുറത്ത് പോയിരുന്നു. പക്ഷെ ഇവൻ പിന്നാലെ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. എവിടെ ചെന്നാലും ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും അല്ലെ. പെണ്ണുങ്ങളെ കണ്ടാൽ മണപ്പിച്ച് വരുന്ന കുറെ ടീംസ്. ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ തീർന്ന് വഴി നടക്കാൻ കഴിയില്ല. ചില്ലറ കഴപ്പല്ല മാറി ടീംസിനുള്ളത്. ബാക്കി കണ്ടോക്കാം. നിന്ന ലൊക്കേഷൻ കുറെ ഇങ്ങനെ മാറ്റി കൊണ്ടുപോയി. പക്ഷെ പുള്ളി പിന്നാലെ വന്നിട്ട് ഭയങ്കര മസ്താനി മസ്താനി കണ്ടപ്പോ എന്തൊക്കെയോ ഒരു ചില്ലറ പൂജൊന്നുമില്ലല്ലോ. മസ്താനിയെ ഹഗ് ചെയ്യണം പോലും. ഓൾ കേരള മസ്താനി ഫാൻസ് ഇത് കേൾക്കണ്ട. ഇപ്പൊ മണവാളിന്റെ കയ്യിൽ നിന്നല്ലേ ഇടി കിട്ടിയിട്ടുള്ളൂ. ഇതറിഞ്ഞാൽ വന്നവരും പോകുന്നവരും ഒക്കെ ഇവനെ മാറി ഇടിക്കും. എന്തൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത അസഭ്യ ഭാഷയിലായിരുന്നു ഫുള്ള് സംസാരിച്ചിരുന്നു. തീരെ പറ്റാണ്ടായപ്പോ മസ്താനൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ കുറച്ചൊരു അതിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുന്നത്തെ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൽ അത്രയും അസഭ്യമായിട്ടുള്ള ഭാഷകൾ ആ പയ്യൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മാക്സിമം ഞങ്ങൾ വള്ളി പിടിക്കാണ്ട് ഒഴിഞ്ഞു മാറിപ്പോവായിരുന്നു. എന്ന് വെച്ചാല് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ടല്ല,
നമ്മളെന്തേലും റിയാക്ട് ചെയ്തിട്ട് അവൻ എന്തെങ്കിലും പറ്റുമെന്നായിരുന്നു എന്റെ പേടി. മണവാളൻ ഒരു കില്ലാടി തന്നെ. സംഭവം കുറച്ച് SP ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇവൻ മറ്റവൻ ഇടിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഡൗട്ട് അങ്ങ് മാറി കിട്ടും. കുറച്ച് ഡയലോഗുകൾ കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷെ ആളുടെ കയ്യിൽ മരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മാതിരി ഇടിയിൽ ഇടിച്ചത്. ബോക്സിങ്ങിനൊക്കെ പഞ്ച് ചെയ്യുന്ന പോലെ മുഖത്തിട്ടാണ് ഫുൾ പരിപാടി. അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കണ്ടോക്കാം. നീ ഏതടിച്ചതാടാ? നീ ഏതടിച്ചത്? കൊക്കൈൻ. നിന്റെ പേരെന്താ? ഗൈസ്, മറൈൻ ഡ്രൈവില് പെമ്പിള്ളേരെ കേറി പിടിക്കുന്ന ആളാണിത്. മിണ്ടണോ നീ? മിണ്ടണോ? എന്റെ പണിക്കാരെ പറഞ്ഞോടാ. എടാ, നിന്റെ വായിലെന്ന നാക്കില്ലേ? എന്റെ അമ്മേനെ ഓടിയോടുന്നു. എന്താ അമ്മേനെ പണ്ണണോ? ധൈര്യമുണ്ടോ നിനക്ക്? ധൈര്യമുണ്ട്. ആണാണോ നീ? ആണാണോ നീ? ആണാണ്ടി ഇവനക്ക് ഇവിടെ നോക്കി പറ. ആണാണോ നീ? വിളിച്ചോണ്ട് പോടാ. കിട്ടിയിട്ടാ നീ ഇടിക്കോ? ഇടിക്കണേ. വിളിച്ചോണ്ട് പോടാ, ഇടി കിട്ടണോന്നും ചോദിച്ച് മണവാളനെ മുഖത്തിട്ട് ഇടിക്കുന്ന ഒരു ആക്ഷനും കാണിച്ച് ഭയങ്കര മാസമായിട്ട് നടന്നു പോകാനുള്ള പരിപാടിയായിരുന്നു ഈ ചങ്ങായി. പക്ഷെ മസ്താനി ഉണ്ടോ വിടുന്നു? ആണാണെങ്കിൽ ഇടിക്കടെന്ന് പറഞ്ഞ് പിന്നാലെ ചെന്നു. ഇത്രയും നേരം ഇവർ ഇങ്ങോട്ട് ശല്യം ചെയ്തതല്ലേ, ഇനി അങ്ങോട്ട് ശല്യം ചെയ്യാന്ന് വിചാരിച്ച് കാണാം. എന്തായാലും മസ്താനി ഇങ്ങനെ തുടരെ ആണാണോടെ നീ ഇങ്ങനെ ചോദിച്ചതോടെ മറ്റാളുടെ അഭിമാനത്തിൽ അങ്ങ് കൊണ്ടു. ഇവൻ തിരിച്ചു വന്ന് മണവാളിനെ കയറി അടിച്ചു. ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട അനുഭവം. ചേട്ടന്റെ അടി നോർമൽ സ്പീഡിൽ ആലോചിച്ചാൽ കാണാൻ പറ്റും. സാർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് ആ സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖം ഉണ്ടല്ലേ. സംഭവം ഞാൻ വയലൻസിനെതിരാണ്, പക്ഷെ അനാവശ്യമായ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന കഴുപ്പന്മാർക്കൊക്കെ രണ്ട് കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ് എന്റെ അഭിപ്രായം. മണവാളൻ ആലപ്പുഴ ജിംഖാനെ കണ്ടുവരുന്ന വഴിയാണെന്ന് തോന്നുന്നു. മുഖത്തിട്ടാണ് ഫുൾ പഞ്ച്. ഇവൻ കരാട്ടയോ ബോക്സിങ്ങോ മറ്റോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, കാണാൻ നല്ല ചേരുണ്ട്. ബാക്കി ഉണ്ടോക്കാം. ഓക്കെ, നല്ലോണം ഇടി കണ്ടതോടെ മറ്റാളുടെ കഴപ്പങ്ങ് മാറി. ഇത്രയും നേരം മാസ് കളിച്ച് നിന്നവനാണ്. ഇടി കിട്ടിയതോടെ പോലീസിനെ വിളിക്കടാന്നൊക്കെ. ഇജാതി ദാരിദ്ര്യം പിടിച്ച ചങ്ങായി ഇഷ്ടം. ഒരു ആവശ്യമില്ലാണ്ട് മെയിനാവാൻ പോയിട്ടില്ല, അങ്ങനെ തന്നെ വേണം. ബാക്കിയാണ് നോക്കാം. മസ്താന് ഫുൾ വിറ്റാണല്ലോ. സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. ഓടട നീന്ന് പറഞ്ഞപ്പോ ഫിലോമിന ടച്ച് വന്ന് ശ്രദ്ധിച്ചത് നിങ്ങൾ? ആരുടെ നാറിഞ്ഞി എന്ന് ഫിലോമിന പറയുന്ന പോലെ ഉണ്ട്. എന്തായാലും മാട്ടിയൊക്കെ കഴിഞ്ഞ് അവസാനം പോലീസ് വന്ന് കേസെടുത്ത്. പിന്നീട് എന്താണ് അവിടെ നടന്നതെന്ന് മണവാളനും മസ്താനും കൂടെ പറയുന്നുണ്ട്, അതുകൂടി കേട്ട് നിർത്താം. ഇപ്പൊ അവൻ എന്നെ കയറിയിട്ട് ഇപ്പൊ ഇവരായിട്ടുള്ള വിഷയത്തിൽ എന്നെ കയറി അടിക്കുകയും ചെയ്തു. എന്റെ റിഫ്ലക്സ് ആക്ഷൻ അതിക്ക് പെട്ടെന്ന് തട്ടി അപ്പൊ റിഫ്ലക്സ് ആക്ഷൻ വർക്ക് ചെയ്യും. അതിൽ കിട്ടിയപ്പോ അവനത് താങ്ങാനുള്ള ഒരു ശേഷി അവനില്ലാണ്ടായി പോയി. അപ്പൊ കണ്ണീന്ന് ആയെന്ന് മൂക്കിന്ന് ഒക്കെ ചോര വന്നിട്ട് അവിടെ കിടന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ സ്പോട്ടില് പോലീസിനെ വിളിച്ചു. പോലീസ് അപ്പൊ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആളെ അന്വേഷിച്ചിട്ട് ആളെ അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ സിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.5 മാസത്തോളം ഈ ചെക്കൻ റിമാൻഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനു മുന്നേ ഈ 2 ദിവസം ഈ പുള്ളി എനിക്ക് തോന്നുന്നു ഒളിവിലോ മറ്റോ ആയിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പറഞ്ഞപ്പോ പോലീസുകാര് പിടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിരുന്നു. അപ്പൻ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് മുങ്ങിപ്പോയി. 2 സമയത്തിന് ആളെ പിടിച്ചു. ആള് 1.5 മാസം അകത്ത് കേറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അനാവശ്യമായി പെണ്ണുങ്ങളെ ശല്യം ചെയ്യാൻ പോകരുത്. പെണ്ണുങ്ങളെ കാണിക്കുമ്പോൾ ഞാനും ഇവിടുത്തെ ഡോൺ ആണട എന്ന് പറഞ്ഞ് ഷോ ഓഫ് കാണിക്കാനും നിൽക്കരുത്. നല്ലവണ്ണം ഇടിക്കാൻ അറിയാവുന്ന ഒരുത്തന് മുന്നിൽ വന്ന് നിന്നാൽ മതി. നീയൊക്കെ തീർന്ന് ഇടിയും കൊണ്ട് ഓടേണ്ടി വരും. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.